السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد فالعاقبة للمتقين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي كلة خيلتي أدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെ തന്നെയാണ്. ഏതാണ് ആ ഇസ്മ്? അത് ചൊല്ലിയാലുള്ള പ്രത്യേകത എന്താണ്? നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ഉപ്പമാർ അല്ലെങ്കിൽ മക്കളൊക്കെ കച്ചവടം ചെയ്യുന്നവരാണ്, ഫാക്ടറികൾ നടത്തുന്നവരാണ്, തൊഴിൽ ചെയ്യുന്നവരാണ്, കച്ചവടങ്ങൾ നടത്തുന്നവരാണ്. ഇവയിലൊക്കെ മുടക്കങ്ങൾ വന്നാൽ, ഇവയിൽ മുടക്കങ്ങൾ ഉണ്ടായാൽ, അതുപോലെ ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടവർ, അതുപോലെ മുതലുകൾ നഷ്ടപ്പെട്ടാൽ ഒക്കെ ചെയ്യാനുള്ള ഒരു ഇസ്മാണ്. ശുദ്ധ മനസ്സോടുകൂടി തൗബ ചെയ്ത് ഇതിനെ വർദ്ധിപ്പിച്ചാൽ അത്ഭുത ഫലം കാണാം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഫാക്ടറി, തൊഴിലുകൾ, കടകൾ ഇവയിലൊക്കെ മുടക്കമുണ്ടായാൽ, ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടാൽ, മുതലുകൾ നഷ്ടപ്പെട്ടാൽ, ശുദ്ധ മനസ്സോടെ തൗബ ചെയ്ത് ഇതിനെ വർദ്ധിപ്പിച്ചാൽ, ഈ ഇസ്മിനെ നമ്മൾ വർദ്ധിപ്പിച്ചാൽ അത്ഭുത ഫലം കാണാമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്, ഏതാണ് ആ ഇസ്മ? യാ മുൻതഖിമു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്. ഈ ഇസ്മിനെ നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലുക. അതുപോലെ യാ തവ്വാബു യാ മുൻതഖിം യാ അല്ലാഹ് എന്ന് പതിവാക്കിയാൽ ആദരവും സമ്പത്തും അവന് വർദ്ധിക്കുന്നതാണ്. യാ തവ്വാബു യാ മുൻതഖിമു യാ അല്ലാഹ് എന്ന ഈ രണ്ട് ഇസ്മ കൂട്ടിച്ചൊല്ലി പതിവാക്കിയാൽ അവനെന്താണ്? ആദരവും സമ്പത്തും അവന് വർദ്ധിക്കുന്നതാണ്. ഇത് പരമാവധി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്, ഒരു ദിവസം 1000 തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ 1000 തവണ ചൊല്ലുക. 100 തവണ കഴിയുമെങ്കിൽ 100 തവണ ചൊല്ലുക. 313 തവണ കഴിയുമെങ്കിൽ 313 തവണ ചൊല്ലുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ. എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മുടെ സലാത്ത് മജ്‌ലിസുകളൊക്കെ ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.